+1 കമ്പ്യൂട്ടർ സയൻസ് 7ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഹിസ്റ്ററിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്റർ മുഴുവൻ കമ്പ്യൂട്ടർ സയൻസിൻ്റെ എവല്യൂഷൻ എങ്ങനെയെന്നുള്ള ഹിസ്റ്ററിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ലെബനീസ് കാൽക്കുലേറ്ററാണ്. അപ്പോൾ നമ്മൾ അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന പാസ്കലിനിൽ കുറച്ചും കൂടിയും അഡ്വാൻസ്മെന്റ് വരുത്തിയിട്ടാണ് ലെബനീസ് കാൽക്കുലേറ്റർ ഉണ്ടാക്കിയത്. ലെബനീസ് കാൽക്കുലേറ്റർ വർഷങ്ങളോളം 100-200 വർഷം അതിന്റെ സെയിം ടെക്നോളജി യൂസ് ചെയ്ത് കുറെ കാൽക്കുലേറ്ററുകൾ ബിൽഡപ്പ് ചെയ്തു വന്നു. കമ്പ്യൂട്ടർ സയൻസിന്റെ ഫീൽഡിലുള്ള എല്ലാതും മാത്സുമായി മാത്രം ബന്ധമുള്ളതാണോ എന്ന് ഇപ്പോൾ ഒരു സംശയം വരും. കാരണം കമ്പ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിൽ മാത്സ് ആണല്ലോ മെയിൻ. അതേസമയം കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ മാത്സിൽ നിന്ന് മാത്രമല്ല അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. പല ടെക്നിക്കുകളും പല ഫീൽഡിൽ നിന്ന് അബ്സോർബ് ചെയ്തതാണ്. അങ്ങനെ കമ്പ്യൂട്ടർ സയൻസായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവുന്ന ഒരിക്കലും തോന്നാത്ത ഒരു ഫീൽഡിൽ നിന്നാണ് അടുത്ത എവല്യൂഷന്റെ ഭാഗമായിട്ടുള്ള മെയിൻ കോൺട്രിബ്യൂഷൻ കിട്ടിയത്. അത് എന്താന്ന് പറയണമെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി അറിഞ്ഞാലേ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം അതാണ് ഇപ്പോൾ. ഇത് കേട്ട് മനസ്സിലായില്ലേ? പേടിക്കണ്ട, ഈ ഭാഗമൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഒരു 4-5 വരി ബൈ ഹാർട്ട് ചെയ്താലും മതി. പക്ഷെ ഇതറിഞ്ഞാൽ പഠിക്കാൻ എളുപ്പമുണ്ട്, മനസ്സിലാക്കി പഠിക്കുന്നതിന്റെ സന്തോഷമുണ്ട് കേട്ടോ. ഇതൊന്നും പുസ്തകത്തിലില്ല, എക്സ്ട്രാ ആണ്. എന്താ വെച്ചാൽ നിങ്ങളുടെ ഹാൻഡ് ടെക്സ്, കൈത്തറി എന്ന് പറയുന്ന സാധനം, തുണി കേട്ടിട്ടുണ്ടാവും. ഹാൻഡ് ടെക്സ്, കൈത്തറികൾ, കാഞ്ചീപുരം സാരി കേട്ടോ. മേൽത്തരം പട്ടിൽ പരമ്പരാഗതമായി നെയ്തെടുക്കുന്ന എന്നൊക്കെ പറയും, നെയ്ത്ത്, അതാണ് ഹാൻഡ്ലൂം. കൈത്തറി ഉപയോഗിച്ച് നെയ്യുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷാണ് വീവിങ്. അതെന്താ ഈ വീവിങ്? എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ നൂലുകൾ ഇങ്ങനെ ഇടുക, വേറെ കുറെ നൂലുകൾ ക്രോസ് ഇടുക. ഇങ്ങനെയുള്ള നൂലുകളുടെ അടിയിൽ കൂടെയും മുകളിൽ കൂടെ ആയിട്ട് 6 ആക്കി ചെയ്തിട്ട് ക്രോസ് നൂലിടും. കണ്ടോ? ഏതാണ്ട് ഇത് ഇതേപോലെ ഇരിക്കും. അപ്പൊ ഇതിങ്ങനെ 4 വിരലുകൾ 4 നൂലാണെങ്കിൽ പിന്നത്തെ നൂല് ഇതിങ്ങനെ കടത്തി പോകുന്ന ഫീൽ. ആൾട്ടർനേറ്റ് ആയിട്ടുള്ള വിരലുകളുടെ അടിയിൽ കൂടി മുകളിൽ കൂടി. ഇത് കഴിയുമ്പോൾ അടുത്ത നൂലെടുക്കും, അതും ഇതേപോലെ ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് ഇതിങ്ങനെ ഇതൊരെണ്ണിരിക്കുന്നു, അതിന്റെ 6 ആയിട്ട് തന്നെ അടുത്ത ലെവലിൽ കൂടെ ഇങ്ങനെ കടത്തി വിടും. എന്റെ കൈ കടക്കില്ല. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ അത് ചെയ്യുന്ന മെഷീനാണ് ഹാൻഡ് ലൂം. തറി എന്ന് പറയുന്ന സാധനം ലൂം. അപ്പൊ ഇതിലെന്താ ചെയ്യണേ? ഊടും പാവും എന്നൊക്കെ മലയാളത്തിൽ പറയും. കുറെ സാരിയാന്ന് വിചാരിച്ചോ. ഇപ്പൊ ഒരു ചെണ്ടിമല്ലി കളർ സാരി, അതില് വാടാമല്ലി കളർ സാരി, അതില് കുറച്ച് പൂക്കൾ വരയ്ക്കണം, അത്രേ ഉള്ളൂ. പൂക്കൾ നമുക്ക് ഗോൾഡൻ നൂലുകൊണ്ട്, നമ്മുടെ സിൽക്ക് നൂലുകൊണ്ട് വരയ്ക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? ആദ്യം തന്നെ കുറെ നൂലുകൾ, സാരിയുടെ ഫുൾ ലെങ്ത് നീളത്തില് കുറെ നൂലുകൾ ഒരു സൈഡിൽ നിന്ന് വേറെ സൈഡിലേക്ക് ഇങ്ങനെ കെട്ടിവെക്കും. അവിടെ നിന്ന് ഇങ്ങടാന്ന് വിചാരിച്ചോ, 3D വ്യൂവില് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ കുറെ നൂല്, 10,000 നൂലൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്, ഇങ്ങനെ കെട്ടിവെക്കും. എന്നിട്ട് ഈ നൂലുകൾ ആൾട്ടർനേറ്റ് ആയിട്ടുള്ളത് പൊക്കും. ഇപ്പൊ 10 നൂല് ഇങ്ങനെ ഇരിക്കുന്നു, കണ്ടല്ലോ 10 നൂല്. ഈ 10 നൂലില് ആൾട്ടർനേറ്റ് ആയിട്ടുള്ളത് ഒന്ന് പൊക്കും. അപ്പൊ ഈ ഷേപ്പ് വരും. കണ്ടില്ലേ? ഈ ഷേപ്പ് കിട്ടിയാൽ ഉടനെ ഒരു നൂല് ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങോട്ട്. അപ്പൊ ഒരു നൂല് ഇപ്പൊ ഇടയിൽ കൂടെ അടച്ചു. ക്ലിയർ ആണോ? ഇപ്പൊ ഏതൊക്കെ നൂലുകളാണോ പൊന്തിരുന്നത് അതൊക്കെ താത്തി, മറ്റേ സെറ്റ് നൂലുകൾ പൊക്കി. പിന്നെ ഇവിടേക്ക് വന്ന നൂല് തിരിച്ചങ്ങോട്ട് വിട്ടു, അടുപ്പിച്ചു. ഒരു മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ അടുപ്പിച്ചു. ഈ പരിപാടി ചെയ്തതിനാണ് വീവിങ് എന്ന് പറയുന്നത്. അപ്പോൾ കുറെ നൂല് ഇങ്ങനെ ഇരിക്കുന്നു, അതിന് ആൾട്ടർനേറ്റ് നൂലുകൾ പൊക്കുക, നൂലൊരെണ്ണം ക്രോസ് എടുത്ത താത്ത, തിരിച്ച് നൂലും കൂടെ എടുത്ത മറ്റേ സെറ്റ് പൊക്കുക, ഇങ്ങനെ പൊക്കുക താത്ത, ഈ നൂല് ക്രോസ് ഇടുക. ഇതിങ്ങനെ ഒരു റിതത്തിൽ ചെയ്യലാണ് വീവിങ്. മനസ്സിലായോ? ഇത് നോർമലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് മുണ്ട് വേണോ? അത് കിട്ടും. നേരത്തെ പറഞ്ഞ വാടാമല്ലി മാത്രം മതി, അത് കിട്ടും. അതിങ്ങനെ നൂലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും.
അതിങ്ങനെ അടുപ്പിക്കുകയും ചെയ്യും ഒരു മെഷീൻ തന്നെ വേറെ ഭാഗം വെച്ച്. അതേസമയം അതിൽ ഡിസൈൻസ് വരണമെങ്കിൽ എളുപ്പമല്ല. ഡിസൈൻസ് പ്രിന്റ് ചെയ്യണം. നൂല് വീവ് ചെയ്യുമ്പോൾ അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. നൂല് വീവ് ചെയ്യുമ്പോൾ ഡിസൈൻ വരണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇതില് അങ്ങോട്ട് ഇടുന്ന നൂല് തിരിച്ചിങ്ങോട്ട് വരുന്ന നൂല് ഇതിന്റെ കളറ്, ആ കളറ് ഇങ്ങനെ ആവുന്ന നൂലുകളുടെ കളറ്, ഇത് രണ്ടിനെ ആശ്രയിച്ചിട്ടാണല്ലോ ഡിസൈൻ ഇരിക്കണേ. മനസ്സിലാവണ്ടോ? അപ്പോ ഇങ്ങോട്ട് വരുന്ന നൂലുകൾ മുഴുവൻ സിക്സ് ആഗ് പോലെയാണെങ്കിൽ നമുക്ക് വല പോലെ കിട്ടും. അത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലാണ്ട് കിട്ടും. അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന ആ നൂല്, ക്രോസ് പോകുന്ന നൂല്, ആ നൂല് എല്ലാ തവണയും ഇതിങ്ങനെ ഇതനുസരിച്ച് ആൾട്ടർനേറ്റ് ആയിട്ടുള്ളത് മാറി മാറി വരുന്നതിന് പകരം ചില സമയങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്നതിലെ ആദ്യത്തെ രണ്ടെണ്ണ പൊങ്ങിയുള്ളോ, ബാക്കിയുള്ളത് പൊന്തിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെയും അപ്പോൾ ക്രോസ് പോകുന്ന നൂല് പോകുക. അപ്പൊ ക്രോസ് പോകുന്ന നൂല് കുറച്ചധികം നേരം പുറത്ത് കാണുന്ന രീതിയിൽ നിൽക്കും. തുണിയുടെ ഫുൾ ആൾട്ടർനേറ്റ് ആണെങ്കിൽ അങ്ങനെ നിൽക്കില്ല. അങ്ങനെ ഓരോ തവണ നൂല് അങ്ങടും പോകുമ്പോഴും ഇങ്ങനെ നിൽക്കുന്ന നൂലുകളിൽ ഏതൊക്കെ മോളിൽ പോയി നിൽക്കുന്നു, ഏതൊക്കെ താഴെ നിൽക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഈ നൂല് കൊണ്ട് ഡിസൈൻ ഉണ്ടാക്കുക. ഇങ്ങനെ പോകുന്ന നൂലുണ്ട്. അപ്പൊ ഈ ഡിസൈൻ ഉണ്ടാക്കണമെങ്കിൽ ഈ നെയ്ത്ത് ചെയ്യുന്ന ആള് എന്ത് ചെയ്യണം? ഓരോ തവണ ഇത് ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇനി ഏതൊക്കെ നൂല് പൊക്കി വെക്കണം, ഇത് ഏതൊക്കെ താത്തി വെക്കണം, എന്നിട്ടാണല്ലോ അടുത്ത തവണ പുറത്തേക്ക് വരുമ്പോൾ ഈ നൂല് പുറത്ത് ഏതിൽ കൂടെയൊക്കെ കാണുമെന്ന് അറിയുള്ളൂ. എന്നിട്ട് അതിങ്ങനെ അടുപ്പിച്ച് വെച്ചു. അടുത്ത സെറ്റ് അങ്ങോട്ട് പോകുമ്പോഴേക്കും പിന്നെയും നോക്കണം. മാങ്ങ പോലത്തെ ഡിസൈനൊക്കെയാണ് ഈ ഷേപ്പൊക്കെ ആവുമല്ലോ. അപ്പൊ അതിൽ ആദ്യം ഒരു തരി ഉണ്ടാവുള്ളൂ, പിന്നെ ഇച്ചിരിയും കൂടി കൂടുതൽ, പിന്നെ ഇച്ചിരി കൂടി കൂടുതൽ, അങ്ങനെ കൂട്ടി കൊണ്ടിരേണ്ടി വരുമല്ലോ. അപ്പൊ ഓരോ തവണ അങ്ങനെ നൂലിങ്ങനെ അടുപ്പിച്ച് കോർത്തതൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുമ്പോൾ ആ ഷേപ്പ് വരുന്നുണ്ടോ നോക്കി എന്ത് ചെയ്യണം? ഇങ്ങനെ ഈ പറഞ്ഞ ഏതൊക്കെ നൂലുകളാണ് പൊക്കേണ്ടത് താത്തേണ്ടത് നോക്കണം. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പണിയാണ്. ഒരു സാരി, ഒരു 5-5.5 മീറ്ററിലൊരു സാരിയൊക്കെ നെയ്തെടുക്കണമെങ്കിൽ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ വരെ ചിലപ്പോൾ എടുക്കും. അതുമത്തെ ഡിസൈനിന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച്, സങ്കീർണത അനുസരിച്ച്. കാരണം അത് പൊക്കലും താത്തലും ആദ്യം വരച്ചു നോക്കണം. ഏതൊക്കെ നൂലുകൾ പൊക്കി ഏതൊക്കെ താത്തി വെച്ചാലാണ് ഈ ഡിസൈൻ ആയി വരിക. ഈ കടന്നു പോകുന്ന നൂല് കൊണ്ട് ഡിസൈൻ ആയി വരണല്ലോ, അല്ലാണ്ട് പെയിന്റ് അടിക്കലല്ലോ. ഭയങ്കര കോംപ്ലക്സാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഹാൻഡ്ലൂം കൈത്തറി തുണികൾക്ക് ഭയങ്കര വില, എക്സ്പെൻസ് കൂടുതലാണ്. കൈത്തറി എന്ന് വെച്ചാൽ ചെയ്യുന്നപ്പോൾ അത്രയേ ഉള്ളൂ. കുറെ നൂല് ഇങ്ങനെ വെച്ചത് അങ്ങനെ പൊക്കത്താത്ത ഇടയിൽ കൂടെ ക്രോസ് നൂല് ഇടുക, തിരിച്ചിടുക. പക്ഷെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരണതിൻ്റെ ഇടയിൽ ഏതൊക്കെ നൂലുകൾ പൊങ്ങി താഴണം എന്നുള്ളത് ആശ്രയിച്ചിട്ടാണ് ഡിസൈൻ. ഇത് പവർ കൊണ്ടാണ് വർക്ക് ചെയ്യണേ. മാനുവൽ ആയിട്ടുള്ള ഹാൻഡ്ലൂംസ് കൈത്തറികൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും ഒരു സാധനം കൊണ്ട്. ഇങ്ങനെ കാണിക്കാന്ന് വെച്ചാൽ നൂലിനെ അങ്ങോട്ട് കിടത്തി വിടുക, ഇങ്ങനെ വലിക്കുമ്പോൾ അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, തിരിച്ചിങ്ങനെ വലിക്കുമ്പോൾ അങ്ങോട്ട് പോവുക. ഇതാണ് പരിപാടി. കാലുകൊണ്ട് ചവിട്ടണുണ്ടാവും. ചവിട്ടണം എന്തിനാ? ഏത് നൂലുകളൊക്കെയാണ് പൊന്തേണ്ടത്, ഏതൊക്കെയാണ് താഴേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാണോ? അപ്പൊ നോർമൽ വീവിങ്ങില് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാരണം കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ഋതത്തിനനുസരിച്ച് നൂലറിന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഒരു പല കഷ്ണം വെച്ചിട്ട് ഇങ്ങനെ വടിക്കും. എന്നാലും അത് അടുക്കുള്ളൂ, നൂലുകൾ എടുക്കുള്ളൂ, ഇടയിൽ ഗ്യാപ്പ് ഇല്ലാതിരിക്കുള്ളൂ, ഇടയാക്കെല്ലാം ഇല്ലാതിരിക്കുള്ളൂ. ഇങ്ങനെ ഹാൻഡ്ലൂം ഫീൽഡില് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഡിസൈനുള്ള വേഷങ്ങളൊക്കെ ധരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നുള്ളൂ പണ്ട്. കാരണം അത് അത്രയും സമയം എടുത്തിട്ടാണല്ലോ ചെയ്യണത്, കാൽക്കുലേഷൻ ഒക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെയുള്ള ഡിസൈനിങ്ങിൽ കോംപ്ലക്സിറ്റീസ് നിലനിന്നിരുന്ന കാലത്ത് ഇതേപോലെ ഹാൻഡ്ലൂം ബിസിനസ് ഉണ്ടായിരുന്ന ജോസഫ് മാരി ജക്വാർഡ്. ജക്വാർഡ് സ്ഥലം ലണ്ടനാണ്, ബ്രിട്ടൻ. ജക്വാർഡ് ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചു. ആ ടെക്നിക്ക് കണ്ടുപിടിച്ചതോടെ ലൂം ഇൻഡസ്ട്രി വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വിധേയമായി. എന്ന് വെച്ചാൽ കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേൺസ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ടെക്നിക്കാണ് ജക്വാർഡ് കണ്ടുപിടിച്ചത്. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, 3 വരി പഠിച്ചാൽ മതി. പക്ഷെ ജക്വാർഡ് കൈത്തറിയിൽ കണ്ടുപിടിച്ചതും കമ്പ്യൂട്ടറും തമ്മിൽ എന്ത് ബന്ധം, അതാണ് നമ്മൾ പറഞ്ഞു വരണത് കേട്ടോ. ഇതിന്റെ നല്ല ഭംഗിയുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇംഗ്ലീഷാണ്,
കണ്ടാൽ മനസ്സിലാവും. മനസ്സിലായില്ലേ പേടിക്കേണ്ട, സിലബസിലില്ല, നമുക്ക് ആകെ 3-4 വരി പഠിച്ചു വെച്ചാൽ മതി. പക്ഷെ ഇത് മനസ്സിലാക്കുക, കമ്പ്യൂട്ടർ ടെക്നോളജിയിലേക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഓരോ ടെക്നോളജി എവിടെ നിന്ന് വന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം നമ്മൾ പറഞ്ഞത് ഇത് ലൂം ഡിസൈനിങ് ഗംഭീരാക്കാൻ വേണ്ടി ജക്കാർഡ് കൊണ്ടുവന്ന കോൺട്രിബ്യൂഷൻ. കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. ജക്കാർഡ് എന്ത് ചെയ്തു എന്നറിയോ? ആദ്യം തന്നെ വരയ്ക്കേണ്ട ഡിസൈൻ ഒരു ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കും. ഗ്രാഫ് പേപ്പറിൽ വരച്ചിട്ട് അപ്പോൾ അതിൽ XY കുറേ സ്ക്വയറുകൾ ഉണ്ടല്ലോ, എന്നിട്ട് അതിൽ നല്ല ഭംഗിയിൽ പെയിന്റ് ഒക്കെ കൊടുത്ത് ഏത് മാങ്ങയാണ് ഇപ്പോൾ വരയ്ക്കേണ്ടതെന്ന് വിചാരിച്ചു. മാങ്ങയുടെ ഷേപ്പ് ഈ സ്ക്വയറുകളിൽ ഏതൊക്കെ ഭാഗത്തുണ്ടെന്ന് നോക്കി ഡീസൻ്റ് ആക്കി പെയിന്റ് ചെയ്ത് വെച്ചു. ഇനിയാണ് രസം, ശ്രദ്ധിച്ച് കേൾക്കാം. ജക്കാർഡിന്റെ ബുദ്ധി എവിടെയാണ്? അപ്പം നമ്മൾ മാങ്ങ വരയ്ക്കുന്നു. മാങ്ങ ഇതാ, അപ്പം ഈ തുമ്പ്, ഏറ്റവും അടിയിലത്തെ തുമ്പ്, ആ തുമ്പ് മാത്രമാണ് ഗോൾഡൻ കളർ, ബാക്കിയുള്ളതൊക്കെ സാധാരണ കളർ മതി. അപ്പം അങ്ങനെ എന്ത് ചെയ്തെന്ന് അറിയോ? ആ ഭാഗത്തെ മാത്രം ഗോൾഡൻ കളർ വിസിബിൾ ആവുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ വലുതാക്കിയിട്ടുള്ള നമ്മുടെ വാടാമല്ലി കളർ സാരിയുടെ ആ ഭാഗത്തെ നൂലുകൾ താത്തി വെക്കണം. എന്നല്ലേ അതിൽ കൂടെ ക്രോസ് പോകുന്ന ഗോൾഡൻ കളർ പുറത്ത് കാണുള്ളൂ. ബാക്കി എല്ലാ ഭാഗവും ഇങ്ങനെ ആൾട്ടർനേറ്റ്, പക്ഷെ ഈ ഭാഗത്തെ കുറച്ചധികം താത്തി വെക്കണം. നൂലുകൾ അടുപ്പിച്ചുള്ളതിനെ കുറെ താത്തി വെക്കണം. അങ്ങനെ താത്തി വെച്ചിട്ട് നമ്മുടെ ഗോൾഡൻ നൂല് ക്രോസ് ഇട്ടാൽ, നമ്മുടെ സിൽക്ക് നൂല് ക്രോസ് ഇട്ടാൽ മാങ്ങയുടെ ഒരു തരി അവിടെ വരും. തിരിച്ച് ഈ നൂല് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ മാങ്ങ ഷേപ്പിൽ അടിവശത്ത് കുറച്ചും കൂടി വീതിയിൽ കാണണം. ആ വീതിയിൽ കാണേണ്ട ഭാഗം ഏതെന്ന് ഇപ്പോൾ ഗ്രാഫ് പേപ്പറിൽ നോക്കുമ്പോൾ ആൾക്കറിയാലോ. ആ ഭാഗം നോട്ട് ചെയ്ത് വെച്ചു. അപ്പം നേരത്തെ 2 നൂലാണ് പൊക്കി വെച്ചെങ്കിൽ താത്തി വെച്ചെങ്കിൽ ഇപ്പോൾ ഒരു 3 നൂലെങ്കിലും താത്തി വെക്കേണ്ടി വരും. കാരണം മാങ്ങയുടെ അടിവശത്തുമ്പോൾ ഇത്തിരി വീതി കൂടി വരുമല്ലോ. അങ്ങനെ ഓരോ തവണ നൂല് അങ്ങടും പോകുമ്പോഴും ഏതൊക്കെ ഭാഗമാണ് വിസിബിൾ ആവേണ്ടത്, ഇങ്ങനെ പോകുന്ന നൂലില്ലേ, അതിനനുസരിച്ച് ഇങ്ങനെ നിൽക്കുന്ന നൂലുകളിൽ ഏതൊക്കെയാണ് പൊക്കി വെക്കേണ്ടത്. ആൾട്ടർനേറ്റീവ് എല്ലാം പൊക്കി വെക്കേണ്ട ആവശ്യമില്ല. ആ ഭാഗത്തുള്ള കുറച്ചെണ്ണം അധികം പൊക്കി വെക്കണം, എന്നാലേ അത് വിസിബിളായി വരുള്ളൂ. അത് ഏത് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഓരോ നിരക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊക്കെ നൂലുകൾ പൊക്കി വെക്കണം, താത്തി വെക്കണം എന്നുള്ളത് ഒരു പേപ്പറിൽ എഴുതിയെടുത്തു. ഇത്രയും മനസ്സിലായോ? ഇപ്പോൾ സാരിയമ്മ വരേണ്ട ഡിസൈൻ പേപ്പറിലുണ്ട്. പേപ്പറിൽ എന്തെന്നുള്ളേ, ഇന്ന നൂല് പോക്കണം, ഇന്ന നൂല് താത്തണം, ഇന്ന നൂല് പോക്കണം, ഇന്ന നൂല് താത്തണം, അടുത്ത തവണ ഇന്ന നൂല് പോക്കണം, താത്തണം, അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഇപ്പോൾ ആളുടെ പേപ്പറിലുണ്ട്. അപ്പം അതിൽ ഓരോ റോ എടുത്ത് നോക്കുമ്പോൾ ഓരോ ക്രോസ് പോകുന്ന നൂലിൻ്റെ അളവാണ്. അത്രയും മനസ്സിലായി. അതിനനുസരിച്ച് ഏതൊക്കെയാണ് പൊങ്ങിയിരിക്കേണ്ടത്, താന്നിരിക്കേണ്ടത് എന്നുള്ളതാണ് എഴുതി വെച്ചേക്കണേ. എന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്തെന്ന് അറിയും? ഈ ലൂം മെഷീനിൽ എന്തൊരു ചെയ്തേക്കണേ, ഓരോ ചവിട്ട് കിട്ടുമ്പോഴും ആൾട്ടർനേറ്റ് ആയിട്ട് പൊന്താവുന്ന രീതിയിൽ അതിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇപ്പം പേപ്പറിൽ എഴുതിയെടുത്ത ആ ഇൻഫർമേഷൻ അത് വെച്ചിട്ട് ഒരു പേപ്പർ കാർഡ് എടുത്തു, പഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാർഡ്, തിരിക്കാനുള്ള കാർഡ്. എന്നിട്ട് ഏതൊക്കെ നൂലുകളാണ് പൊങ്ങേണ്ടത്, ഏതൊക്കെ നൂലുകളാണ് പൊങ്ങേണ്ടാത്തത്, അത് കണക്കാക്കിയിട്ട് അതും ഹോളുകൾ ഇട്ടു. മനസ്സിലായോ? ഹോളുകളുള്ള ഭാഗത്തെ നൂലുകൾ എന്ത് ചെയ്യും? പൊന്തും. ഹോളില്ലാത്ത ഭാഗത്തൊന്നും പൊന്തില്ല. ഇങ്ങനെ പൊങ്ങുന്ന ആ നൂലുകളുടെ ലിസ്റ്റിൽ ഹോളുകളുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള നൂലുകൾ അത് പൊന്തും, ഹോളില്ലാത്തത് പൊന്തില്ല. മനസ്സിലായോ? അതാണ് അങ്ങേര്. എന്നിട്ട് അപ്പോൾ ഓരോ റോ ഇങ്ങനെ വരയ്ക്കുമ്പോഴും എന്താ വേണ്ടതെന്നുള്ളതിന് ഹോളുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ കാർഡ്. അപ്പം അങ്ങനെ ഓരോ നൂലിനും കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇങ്ങനെ കാർഡ് ഉണ്ടാക്കിയിട്ടാണ്. അതിൽ ഓരോ നൂലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിൽ പൊന്തേണ്ടത് ഏത്, താഴേണ്ടത് ഏതെന്ന് കണക്കാക്കിയിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം ഹോളുകൾ ഇട്ടു. ഒരു റോന് കറസ്പോണ്ടിങ് ആണ് ഒരു കാർഡ്. അടുത്ത വരുമ്പോഴേക്കും, അതായത് അടുത്ത നൂല് ക്രോസ് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴേക്കും പുതിയ കാർഡ്. അങ്ങനെ ഓരോ തവണ ഇങ്ങോട്ടും പോയി വരുന്നതിന് ഓരോ കാർഡ്. ക്ലിയർ ആയോ? ഇത്ര കാർഡ് മനസ്സിലായില്ലേ? ഇനി അങ്ങനെ എന്ത് ചെയ്തെന്ന് അറിയോ? കേട്ടോ, ഈ കാർഡ് തറിയുടെ മുകളിൽ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഇപ്പോഴത്തെ ഇവരുടെ തറയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കുറെ ഹുക്കുകൾ ഇട്ടുണ്ട് മുകളിൽ. ഇങ്ങനെ നമ്മുടെ ചൂണ്ടക്കൊരുത്ത് പോലെ ഇങ്ങനെ ഹുക്ക് ഇട്ടുണ്ട്. ആ ഹുക്കുകൾ കുറെ കമ്പികൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ കമ്പികളിൽ നിന്നാണ്
ഇങ്ങനെ പോകുന്ന നൂലുകളുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞ നൂല്, ആ നൂലുകൾ ഈ കമ്പികളിൽ ഓരോ വട്ടിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഓരോ നൂല് കടന്നു പോണത്. അപ്പൊ ഈ കമ്പികൾ ഇങ്ങനെ ഹുക്കിട്ടിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ച് കഴിഞ്ഞാൽ ആ നൂലുകൾ അങ്ങനെ പൊങ്ങിക്കും. അടുത്ത തവണ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള വേറെ സെറ്റ് കമ്പികളാണ് ഇങ്ങനെ പൊങ്ങിക്കുന്നതെങ്കിൽ ആ ഭാഗത്തെ നൂലുകൾ പൊന്തും. അപ്പൊ ഈ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള നൂലുകൾ ഇങ്ങനെ പൊക്കുക താത്തുക. അപ്പൊ അങ്ങനെ എന്തുണ്ടാക്കി, കാർഡ് ഉണ്ടാക്കി. ഓരോ തവണ നൂല് അങ്ങോട്ട് പോകുന്നതിനും ഒരു കാർഡ്, ഇങ്ങോട്ട് വരുന്നതിനും ഒരു കാർഡ്, അങ്ങനെ ഓരോ സ്റ്റെപ്പിന് ഓരോ കാർഡ് ഉണ്ടാക്കി. എന്നിട്ട് ഈ കാർഡുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് കൂട്ടിക്കെട്ടി. എന്നിട്ട് ഒരു പായ പോലെ വാറു പോലെ ആക്കി. കാർഡ്, അതിൻ്റെ താഴെ കാർഡ്, അതിൻ്റെ താഴെ കാർഡ്, അങ്ങനെ കാർഡുകൾ കൂട്ടിക്കെട്ടി. ഇപ്പൊ കാർഡിന്റെ ഒരു മാല കിട്ടി. ക്ലിയർ അല്ലേ? ഇതാണ് ജാക്വാർഡ് ചെയ്ത കാര്യം. ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് കേൾക്കാനാണ് ബാക്കി എക്സ്പ്ലനേഷൻ. കേട്ടോട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആൾട്ടർനേറ്റ് നൂലുകൾ ഇങ്ങനെ പൊന്തണമെന്ന്. ഇതിങ്ങനെ പൊന്തിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തേക്കണേന്ന് അറിയോ? കേട്ടോ. മുകളിൽ നിന്നൊരു കമ്പി ഇതിൽ ഓരോ നൂലിന് കറസ്പോണ്ടിങ് ആയിട്ടും നമ്മുടെ വീവിങ് മെഷീനിൽ ഇട്ടുണ്ട്. ഈ കമ്പികളിൽ ഓരോ വട്ടുണ്ട്. ഇപ്പോൾ 10 സെറ്റ് നൂല് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ 10 സെറ്റ് കമ്പി ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അതിൽ ഓരോ കമ്പിക്ക് ഓരോ വട്ടുണ്ട്. നമ്മുടെ ഈ നൂലുകൾ ഈ വട്ടത്തിന്റെ ഉള്ളിൽ കൂടിയാണ് കോർത്തിട്ട് ഇങ്ങോട്ട് ഇടുക. എല്ലാ നൂലുകളും ഓരോ വട്ടത്തിൽ കൂടെ. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഈ കമ്പി മോളിൽ നിന്ന് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നൂലുകൾ ഇങ്ങനെ പൊന്തും. നോർമൽ പൊസിഷനിൽ എല്ലാതും സാധാരണ നിൽക്കണ പോലെ നിൽക്കും. ഏതൊക്കെ കമ്പികൾ വലിച്ചു വയ്ക്കുന്നോ അതിനനുസരിച്ച് ആ നൂലുകൾ പൊന്തും. ഇങ്ങനെ ഒരു ഷേപ്പ് വരും. ആ ഗ്യാപ്പ് മതി നമുക്ക് നൂല് കടത്താൻ അങ്ങോട്ട്. ഇതിനെല്ലാത്തിനും കൂടി കോമൺ കൺട്രോൾ അല്ല, ആൾട്ടർനേറ്റ് ആയിട്ടുള്ളതിന് കോമൺ കൺട്രോൾ ആണ്. അപ്പോൾ ഒരു സെറ്റ് പൊങ്ങിയാൽ നൂലങ്ങോട്ട് പോയി, അടുത്ത തവണ അടുത്ത സെറ്റ് പൊന്തും, നൂലിങ്ങോട്ട് വരും. അപ്പോഴേക്കും ഇങ്ങനെ പഠിച്ച് വെക്കുന്ന പരിപാടി. ഇതാണ് മെഷീൻ. നോർമൽ. ജക്വാർഡ് ചെയ്തത് എന്താന്ന് കേട്ടോ. ജക്വാർഡ് ഇപ്പൊ നമുക്ക് പഞ്ചഡ് കാർഡിന്റെ മാല ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ മാല തറയുടെ മുകളിൽ ഏതൊക്കെ കമ്പികളാണ് പൊങ്ങണ്ടേന്നുള്ളത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെക്കാനിസത്തോടെ കണക്ട് ചെയ്തു. മനസ്സിലായില്ലേ? പേടിക്കണ്ട, അതാ കേട്ടോ. ഇപ്പൊ ഈ കമ്പി അതുമ്മ തോട്ട, അതിൽ കൂടെയാണ് നൂലിങ്ങനെ വരണേന്ന് മനസ്സിലായല്ലോ. ഈ കമ്പികൾ ഇനി നമ്മൾ സൂം ചെയ്ത് മുകളിലേക്ക് പോകട്ടോ. നമ്മുടെ കാഴ്ച ശ്രദ്ധിച്ചേട്ടോ. നമ്മളിങ്ങനെ മുകളിൽ പോയി ഈ കമ്പികളുടെ മുകൾ വശത്തെത്തി. ഈ കമ്പികളുടെ ഒക്കെ ഓരോന്നിൻ്റെയും മുകൾ വശത്ത് ഇങ്ങനെ ഓരോ കൊളുത്തുണ്ട്. എന്തുപോലെ? നമ്മുടെ ഹാങ്ങറിന്റെ ഹുക്ക് പോലെ. അതിങ്ങനെ ഈ ഷേപ്പിൽ ഇങ്ങനെ ഓരോ കമ്പിക്കും ഇങ്ങനെ ഓരോ ഹുക്ക് ഇട്ടുണ്ട്. കണ്ടില്ലേ? ഓരോ കമ്പിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഹുക്ക് ഇട്ടുണ്ട്. സാധാരണ തറി മെഷീനിൽ എന്തുണ്ടാവുന്ന വെച്ചാൽ ഇങ്ങനെ സ്ക്വയർ ഷേപ്പുള്ള ഒരു സാധനം വരും. അത് ഇതിലെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ളതിന് മാത്രം പൊക്കാവുന്ന രീതിയിൽ ഷേപ്പിൽ വരും. അത് കഴിഞ്ഞാൽ അത് ഒന്നുകൂടിയും കറങ്ങി വരും. അടുത്ത സെറ്റ് ബാക്കിയുള്ള ആൾട്ടർനേറ്റ് ആയിട്ടുള്ളതിനെ പൊക്കും. അങ്ങനെ ഒരു മെക്കാനിസം എല്ലാ തറികൾക്കും ഉണ്ട്. എല്ലാ തറികൾക്കും അങ്ങനെ ഹുക്കിനെ പൊക്കാനുള്ള മെക്കാനിസം ഉണ്ട്. അപ്പൊ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഹുക്കുകൾ പൊങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഗ്യാപ്പ് വരും, നൂല് കടത്താം. ജക്വാർഡ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അപ്പൊ ഈ മുകളിൽ ഇങ്ങനെ ഓരോന്നിനും ഹുക്ക് ഇട്ടിട്ട് പിടിച്ചിട്ട് കമ്പികൾ തൂക്കിയിട്ടുണ്ടല്ലോ, ആ കമ്പികൾ ഓരോന്നിനെയും നേരത്തെ പറഞ്ഞു കമ്പിയുടെ അറ്റത്ത് ഇങ്ങനെ ഒരു നൂലുണ്ട്, അതിൽ കൂടി ഹോളുണ്ട്, അതിൽ കൂടിയാണ് നൂല് ഇങ്ങോട്ട് കിടക്കുന്നത്. ജക്വാർഡ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ കമ്പിനെയും ഓരോ ഹോളിന്റെ ഉള്ളിൽ കൂടിയാക്കി. ഇതിങ്ങനെ, അതായത് ഓരോ കമ്പി ഇങ്ങനെ ഹോളിന്റെ ഉള്ളിലാണ്. അപ്പൊ ഓരോ കമ്പിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു ഹോൾ ഇട്ടു. ആ ഹോൾ ഇട്ടിട്ട് ആ ഹോൾ ഇങ്ങനെ ഒരു കമ്പിമ്മ പിടിപ്പിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇങ്ങനെ ഒരു കമ്പിമ്മയാണ് ഹോള്, വട്ടത്തിലൊരു ഹോള്, ലൂപ്പ്. ആ ലൂപ്പിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മുടെ ഇങ്ങനെ ചൂണ്ടയുള്ള ഓരോ നൂലിന് കടന്നു പോകാനുള്ള ഓട്ടയുള്ള കമ്പികൾ. ഇനി ശ്രദ്ധിച്ച് കേട്ടോളൂ, എന്നാലേ മനസ്സിലാവുള്ളൂ. നോർമലി അപ്പോൾ ഈ ലൂപ്പ് ഇങ്ങനെയുള്ള ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ കമ്പികൾ നോർമലായിട്ട് നിൽക്കും. മുകളിൽ നിന്ന് ഒരു പൊക്ക് പൊക്കി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ആൾട്ടർനേറ്റ് ആയിട്ട് പൊങ്ങുന്ന രീതിയിൽ പൊക്കിയാൽ പൊങ്ങും. ജക്വാർഡ് ചെയ്തത് കറക്റ്റ് കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കാം. ഡ്രം എന്ന് കേട്ടില്ലേ, സിലിണ്ടർ ഷേപ്പുള്ള സാധനം,
അത് സ്ക്വയർ ആക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് ഈ ഷേപ്പിൽ കിട്ടും, എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള സ്ക്വയർ. അതിനെയാണ് സ്ക്വയർ ഡ്രം എന്നുള്ള രീതിയിൽ നമുക്ക് വിളിക്കാം. റെക്ടാങ്കുലർ ഡ്രം, 4 സൈഡും ഈക്വൽ ആയിട്ടുള്ള ഡ്രം, ഈക്വൽ സൈസ്. ആ ഡ്രമ്മിന്റെ ഒരു സൈഡാണ് നമ്മുടെ ഒരു കാർഡിന്റെ വലുപ്പം. ഡ്രമ്മിന്റെ ഒരു സൈഡാണ് നമ്മുടെ കാർഡ്. അപ്പോൾ ഡ്രമ്മിന്റെ എല്ലാ സൈഡും ഈക്വൽ വലുപ്പമായ കാരണം ഓരോ കാർഡ് ഇങ്ങനെ വരുമ്പോൾ കറക്റ്റായിട്ട് ഈ സ്ക്വയറിന്റെ അടുത്ത് കറക്റ്റ് വന്ന് നിന്നോളും, ഇങ്ങനെ വന്ന് നിന്നോളും നമ്മുടെ കാർഡ്. ഇപ്പം ഇതാണ് കാർഡ് എന്ന് വിചാരിച്ചു, അതെ, കാർഡ് ഇങ്ങനെ വന്ന് നിൽക്കും. ഈ ഡ്രമ്മിന്റെ ഉൾവശം ഓട്ടയാണ്, പൊള്ളയാണ്, ഉള്ളിൽ പൊള്ളയാണ്. അപ്പോൾ നമ്മുടെ കാർഡിന്റെ മാല ഈ ഇതും ഇങ്ങനെ വട്ടട്ടേക്കാണ്. ഈ കൺസെപ്റ്റ് തലയിൽ കയറട്ടെ. കാർഡിന്റെ മാല ഇതേ കൂടെ ഇങ്ങനെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കായിട്ട് വട്ടിട്ട് വെച്ചേക്കാണ്. ഒരു കാർഡ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ വശമാണ് ഇപ്പം ഇപ്പുറത്തെ സൈഡ് ഇടാം, എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ വശം ഇങ്ങനെയാണ് നിൽക്കണേ. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ അപ്പം അങ്ങനെ തിരിച്ചു പിടിച്ചു എന്ന് മാത്രം. ഒരു കാർഡ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ കാർഡിൽ ഇവിടെ ഒരു ഓട്ടോ ഇവിടെയുണ്ട്, ഒരു ഓട്ടോ ഇവിടെയുണ്ട്. ഇടയ്ക്കുള്ള 2 എണ്ണം ഓട്ടയില്ലാത്തത്. ആൾട്ടർനേറ്റ് ആയിട്ട് ഓട്ടയുള്ളതും ഓട്ടയില്ലാത്തത് ഓട്ടയുള്ളത്, ഓട്ടയില്ലാത്തത് ഓട്ടയുള്ളത്, അങ്ങനെ 4 എണ്ണം ഉണ്ടെന്ന് വിചാരിച്ചു. 4 കമ്പി, 4 ഹോളുകൾ. ഓരോന്നിന് നേരത്തെ ഞാൻ പറഞ്ഞ ഇങ്ങനെ നിൽക്കുന്ന കമ്പിയുണ്ട്. ആ കമ്പികളിലാണ് ഇങ്ങനെ ലൂപ്പ് ഇട്ടിട്ട് നമ്മുടെ മറ്റേ കമ്പി ഇറക്കിയിട്ടേക്കണം. മനസ്സിലായില്ലെങ്കിൽ വിട്ടോട്ടാ, കുഴപ്പമില്ല. ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി കേൾക്കാം. ഹോളുള്ള ഭാഗത്ത് ഈ കമ്പികൾ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടന്നു നിൽക്കും ഉള്ളിലേക്ക്. അതാണ് നോർമൽ പൊസിഷൻ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ലൂപ്പിന് മുകളിലുള്ള ഭാഗത്തെ ഹുക്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ഓരോ കമ്പികൾ ഇങ്ങനെ നിൽക്കണ്ടല്ലോ, അതിനിങ്ങനെ പൊക്കി പിടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് പൊങ്ങി പൊക്കോളും. പേപ്പർ വെച്ച കാരണം, ഈ പഞ്ചഡ് കാർഡ് വെച്ച കാരണം ചില ഭാഗത്ത് ഹോളില്ലാത്തതുണ്ടല്ലോ 2 എണ്ണത്തില്. ആ ഭാഗത്തെ കമ്പികൾ ഹോളില്ലാത്ത കാരണം, ഹോളുണ്ടെങ്കിൽ അത് ഉള്ളിൽ കയറിപ്പോയനെ, ഉള്ളിലേക്ക് ഇച്ചിരി കയറി തന്നെ, കമ്പികൾ ഉള്ളിൽ ഭാഗത്തേക്ക് ഇങ്ങനെ കയറി തന്നെ, ഇത്തിരി തള്ളി തന്നെ. ഇതിപ്പോൾ ഹോളില്ലാത്ത കാരണം ആ കമ്പികൾ 2 എണ്ണം കുറച്ചങ്ങോട്ട് തള്ളി നിൽക്കും. സ്പ്രിങ് ഉണ്ട്, ഈ കമ്പിയുടെ അങ്ങേറ്റത്ത് സ്പ്രിങ് ഉണ്ട്, അതിങ്ങനെ ഫോഴ്സ്ഡ് ആയിട്ട് അങ്ങോട്ട് നീങ്ങിക്കും. ഹോളില്ലാത്ത കാരണം, ഹോളുണ്ടെങ്കിൽ ഹോളിൽ കൂടെ കറക്റ്റ് ഇങ്ങോട്ട് പോയാൽ. ഈ 2 കമ്പികൾ ഹോളില്ലാത്ത കാരണം അങ്ങോട്ട് തള്ളി നിന്ന കാരണം എന്ത് സംഭവിക്കും? ആ കമ്പിമേലുള്ള ലൂപ്പ് ഉണ്ടല്ലോ, ഓരോ കമ്പിമേ ഓരോ ലൂപ്പ് ഉണ്ടല്ലോ, വട്ടം, ആ വട്ടം അങ്ങോട്ട് നീങ്ങൂലോ. ആ വട്ടം അങ്ങോട്ട് നീങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ആ വട്ടത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്ന കമ്പികളും അങ്ങോട്ട് നീങ്ങൂലോ. ആ നീങ്ങിയ കമ്പികളുടെ ഹുക്കൊക്കെ അപ്പം അകന്നു നിന്നൂലോ. ആ ഹുക്ക് അകന്നു നിന്ന കാരണം അടുത്ത ട്രിപ്പ് പൊക്കുമ്പോൾ അകന്നു നിന്ന ഹുക്കുകൾ പൊന്തിയില്ലല്ലോ. അകന്നുനിന്ന് ഹുക്കുകൾ ഇങ്ങനെ പൊക്കുമ്പോൾ പൊങ്ങിയില്ലല്ലോ, കാരണം അത് നീങ്ങിക്കല്ലേ. അപ്പോൾ ഹോളിൽ നിൽക്കുന്ന കമ്പികളിലെ ഹുക്കുകൾ മാത്രമേ പൊന്തുള്ളൂ. അത് പൊന്തുമ്പോൾ അതിനനുസരിച്ച് താഴെയുള്ള നൂലുകൾ അത് മാത്രമേ പൊന്തുള്ളൂ. അടുത്ത സൈക്കിളിൽ നമ്മുടെ വീവർ അടുത്ത ചവിട്ടുമ്പോൾ ഈ ഡ്രം ഒന്ന് തിരിയും. ഉടനെ അടുത്ത സെറ്റ് പഞ്ചഡ് കാർഡ് മാലയിലത്തെ അടുത്തത് വരും. ഹോളുകളിൽ ഏതിലൊക്കെയാണ് പെടുത്തുള്ളത് അതിൽ കൂടെയൊക്കെ തിരിച്ച് റീസെറ്റ് ആയിട്ട് ഈ കമ്പികൾ കയറേണ്ടത് കയറും, കയറാത്തത് കയറില്ല, കയറാത്ത അങ്ങോട്ട് തള്ളി നിൽക്കും, ഹുക്കുകൾ അങ്ങോട്ട് നീങ്ങിക്കും. ഹുക്ക് അങ്ങോട്ട് നീങ്ങുന്ന കാരണം പൊക്കുമ്പോൾ ആ ഹുക്കുകൾ അതിൽ പെടില്ല, അതങ്ങനെ തന്നെ നിൽക്കും, അത് പൊങ്ങില്ല, ബാക്കിയുള്ളത് പൊന്തും. അപ്പം അതിനനുസരിച്ച് അടിയിൽ കൂടെ നൂലിങ്ങനെ കടത്തി വിടുന്ന വ്യത്യാസം വരും. ഇനി ഈ ഇത്രയും കേട്ടില്ലേ, ഇനി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വീഡിയോ കണ്ട ഈ ടെക്നിക്ക് മനസ്സിലാവും. ചുരുക്കം പറഞ്ഞാൽ നെയ്യുന്ന ആള് നോക്കിയിരിക്കണ്ട, ഓരോ തവണ ഏത് കമ്പിയാണ് പൊക്കേണ്ടത്, ഏത് നൂലുകളാണ് പൊങ്ങേണ്ടത് നോക്കണ്ട, ഡിസൈൻ വരാൻ വേണ്ടിയിട്ട്. ഡിസൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് കാർഡിൽ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ഹോളിൽ കൂടെ കമ്പി നീങ്ങുന്നതിനനുസരിച്ചുള്ള ടെക്നിക്കാണ് ജക്വേർഡ് കണ്ടുപിടിച്ചത്. ഏതൊക്കെ കമ്പികൾ എപ്പോഴൊക്കെ മൂവ് ചെയ്യണം, എപ്പോഴൊക്കെ ഏതൊക്കെ പൊങ്ങണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹോൾ ഇട്ടിട്ടുള്ള ഒരു പേപ്പർ വെച്ച് സ്പ്രിങ് ഉള്ളൊരു കമ്പി അങ്ങോട്ട് നീങ്ങണോ ഇങ്ങോട്ട് കിടക്കണോ എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ജക്വേർഡ് ഈ ലൂമിലെ ഡിസൈനിങ്ങിന് വേണ്ട എളുപ്പപ്പണി കണ്ടുപിടിച്ചത്. ചുരുക്കം പറഞ്ഞാൽ ഈ പേപ്പർ മാല മാറ്റിയിട്ട് വേറൊരു പേപ്പറിന്റെ മാല ഇട്ടു വിചാരിക്കും, ഇതേപോലെ ഹോളുകളുള്ളത് പഞ്ചഡ് കാർഡ്സ്. പഞ്ചഡ് കാർഡിന്റെ അടുത്ത ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ മെഷീൻ സാധാരണ വർക്ക് ചെയ്യണ പോലെ വർക്ക് ചെയ്യിച്ചാൽ മതി. ഈ പൊങ്ങുന്ന കമ്പികൾ വ്യത്യാസം വരും, അതിനനുസരിച്ച് പൊങ്ങുന്ന നൂലുകൾ വ്യത്യാസം വരും, പുതിയ ഡിസൈൻ വരും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബല്ല ഇപ്പൊ മുമ്പിലിരിക്കണേ, ഇഷ്ടം പോലെ ജക്വേർഡ് ലൂം എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കുക.
കാഞ്ചീപുരത്തൊക്കെ ഇങ്ങനെ അടുക്കിട്ടേക്കാണ് ഡിസൈനുകളുടെ. ജക്വാർഡിന്റെ ടെക്നിക്ക് തന്നെയാണ് കോംപ്ലക്സ് ഡിസൈൻസ് ഉണ്ടാകാൻ ഇപ്പോഴും ഉപയോഗിക്കണേ. അപ്പൊ ജക്വാർഡിന്റെ ലൂമില് ഡിസൈൻ എന്തിനാ ആശ്രയിച്ചിട്ടിരിക്കണേ? ജക്വാർഡ് ഡിസൈൻ ചെയ്ത പഞ്ച്ഡ് കാർഡിലെ ഹോളുകൾ അനുസരിച്ചാണ്. ഹോൾ ഉണ്ടോ? 0. ഓട്ടയുണ്ട്, അതിൽ കൂടെ നമുക്കിങ്ങനെ കമ്പികൾ ഇങ്ങനെ തള്ളി നിൽക്കണ്ട, നോർമൽ പൊസിഷൻ. ഹോളില്ലേ, കമ്പി ഇങ്ങോട്ട് തള്ളി നിൽക്കും, അപ്പോൾ അത് പൊന്തില്ല എന്നുള്ള രീതി. 0, 1, ഓൺ ഓഫ്. പൊങ്ങേണ്ടത് ഏത്, താന്നിരിക്കേണ്ടത് ഏത്? 0, 1. ഈ കാർഡ് ഡിസൈൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഹോളുകൾ ഇട്ടാൽ ഈ കാർഡിന്റെ മാല ഉപയോഗിച്ച് എത്ര തവണ വേണമെങ്കിലും നമുക്ക് അതേ പാറ്റേണിലുള്ള ഡിസൈൻ തുണികൾ ഉണ്ടാക്കാം. പാറ്റേൺ മാറ്റണോ, കാർഡ് മാറ്റി പുതിയത് വെച്ചാൽ മതി. അപ്പോൾ മെഷീനിലെ ഡിസൈനിങ് പഠിപ്പിച്ചു കാർഡ് ഇട്ടിട്ട്. അതുകൊണ്ടാണ് പഞ്ച്ഡ് കാർഡ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാം എന്ന് പറയുന്നത്. മെഷീന് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഈ കാർഡ് രൂപത്തിലിരിക്കണേ, കാർഡിലെ ഹോളുകൾ അനുസരിച്ച്. ഈ ടെക്നിക്കാണ് ജക്വാർഡ് ലൂം കണ്ടുപിടിച്ച പഞ്ച്ഡ് കാർഡ് ടെക്നിക്ക്. ലൂം കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ഇത്ര അറിയാനുള്ളൂ. ലൂമില് ഏതൊക്കെ സെറ്റ് നൂലുകൾ പൊന്തണം താഴണം എന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ലൂമിനെ കൺട്രോൾ ചെയ്യാൻ ജക്വാർഡ് പഞ്ച്ഡ് കാർഡ് യൂസ് ചെയ്തു. പഞ്ച്ഡ് കാർഡ് യൂസ് ചെയ്ത പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേൺസ് വീവ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായി. മാത്രമല്ല പഞ്ച്ഡ് കാർഡിൽ ഈ ഡിസൈൻ പാറ്റേൺസ് അനുസരിച്ച് പൊങ്ങാനും താഴാനുള്ള ഇൻഫർമേഷനാണ് സ്റ്റോർ ചെയ്തത്. സ്റ്റോർഡ് പ്രോഗ്രാം, ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാന്നുള്ള ആ കൺസെപ്റ്റ് ലൂമിൽ ആദ്യം കൊണ്ടുവന്നത് ജക്വാർഡാണ്. ജക്വാർഡിന്റെ ഈ ടെക്നിക്കാണ് ബാബേജ് ഉണ്ടാക്കിയോ ആ കഥ അടുത്ത ദിവസം. ബാബേജ് യൂസ് ചെയ്തു. അപ്പോൾ സ്റ്റോർഡ് പ്രോഗ്രാം എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് കിട്ടിയത് മാത്സിൽ നിന്നല്ല, ഏതിനാ ലൂമിൽ നിന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഹിസ്റ്ററി അറിയുമ്പോഴാണ് കമ്പ്യൂട്ടറിലേക്കുള്ള ടെക്നിക്ക്. ഈ പഞ്ച്ഡ് കാർഡ് കമ്പ്യൂട്ടറിൽ കുറെ ഉപയോഗിച്ചിരുന്നു. ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാനും കമ്പ്യൂട്ടറിന് പണി പഠിപ്പിക്കാൻ പഞ്ച്ഡ് കാർഡ് യൂസ് ചെയ്തിരുന്നു. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. മെയിൽ ഫീമെയിൽ തിരിച്ചറിയണം. നമുക്ക് ID കാർഡാന്ന് വിചാരിച്ചോ, മെയിലിന് ഒരു ഭാഗത്തോട്ടിട്ടു, ഫീമെയിലിന് വേറെ ഭാഗത്തോട്ടിട്ടു. ഈ ഓട്ടം അനുസരിച്ച് കമ്പ്യൂട്ടറിൽ കോർത്തിടാവുന്ന രീതിയിൽ കാർഡ് അടുക്കി വെച്ചിട്ട് ഒന്ന് കോർത്ത് നോക്കുക. ഓട്ടയുള്ളതൊക്കെ കയറി പോരുമ്പോൾ അത് മെയിൽ അല്ലാത്ത ഫീമെയിൽ ഒറ്റയടിക്ക് പിടികിട്ടും. ഹോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാം. അങ്ങനെ ടാബുലേഷൻ വർക്കുകളൊക്കെ ഭയങ്കര ഈസിയായി. കാരണം ഒരേ കമ്പിയിൽ കോർത്തെടുക്കാവുന്നതൊക്കെ സോർട്ടിങ്, ക്ലാസിഫയിങ്, ഇതൊക്കെ ഈസിയായി. പഞ്ച്ഡ് കാർഡ് ഇപ്പം യൂസ് ചെയ്യണില്ല, പക്ഷെ ഇതൊക്കെയാണ് നമ്മൾ ആദ്യ കാലത്ത് യൂസ് ചെയ്ത ടെക്നിക്ക്. ഇപ്പം ലൂമിൻ്റെ പിന്നിലെ ജോസഫ് മാരി ജക്വാർഡിൻ്റെ തല ഒന്ന് ആലോചിച്ച് നോക്കുക ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട്. അത് ആ ഡിസ്ക്രിപ്ഷനിലെ വീഡിയോ നിർബന്ധമായും കാണും. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ജോസഫ് മാരി ജക്വാർഡിൻ്റെ ലൂം കഴിഞ്ഞു, ജക്വാർഡ്സ് ലൂം കഴിഞ്ഞു. അടുത്തത് ചാൾസ് ബാബേജ് ആണ്. അത് അടുത്ത ക്ലാസ്സിൽ. ബൈ.